പ്രസ്ഥാനത്തിൻ്റെ ആസൂത്രണ നിർവഹണ സങ്കല്പങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് സുസ്ഥിര കൊടകര വികസന പദ്ധതി വിഭാവനം ചെയ്തത്. ആസൂത്രണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വിഭവങ്ങളുടെ ഉദ്ഗ്രഥനമാണ്. അതുപോലെ തന്നെ വിവിധ വകുപ്പുകളുടെ ഉദ്ഗ്രഥനമാണ്. ഇങ്ങനെ വിവിധ വകുപ്പുകളും വിഭവങ്ങളും ഉദ്ഗ്രഥിക്കുന്നതിന് വേണ്ടി സുസ്ഥിര വികസന പദ്ധതി ആലോചിച്ചത് ഒരു മാസ്റ്റർ പ്ലാൻ രൂപീകരിക്കാൻ ആണ്. MP ഫണ്ട്, MLA ഫണ്ട്, കേന്ദ്രാവിഷ്കൃത ഫണ്ട്, സംസ്ഥാനാവിഷ്കൃത ഫണ്ട്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളുടെ ഫണ്ടുകൾ ഇതെല്ലാം ഉണ്ട്. ഈ ഫണ്ടുകളെല്ലാം വിവിധ വഴിയിലൂടെ പോകുക എന്നതായിരുന്നു പണ്ടുണ്ടായിരുന്ന വികസന രീതി. ഇത് ഒരേ പദ്ധതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സുസ്ഥിരയുടെ വികസന സങ്കല്പം. അങ്ങനെ ഒരേ പദ്ധതിയിലേക്ക് എത്തിക്കുന്നത് ഒരു ഫണൽ മാതൃകയിലൂടെ ആണ്. ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെങ്കിൽ അത് ഗ്രാമപഞ്ചായത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ ആണെങ്കിൽ ആ മാസ്റ്റർ പ്ലാനിൻ്റെ ആവശ്യമായ വിഭവം, സമ്പത്ത് ഗ്രാമപഞ്ചായത്തിന് മാത്രം കണ്ടെത്താൻ കഴിയില്ല. ആ മാസ്റ്റർ പ്ലാനിലേക്ക് MLA ഫണ്ടും MP ഫണ്ടും ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ ഫണ്ടുകളും വിവിധ വകുപ്പുകളുടെ ഫണ്ടുകളും എത്തുമ്പോൾ മാസ്റ്റർ പ്ലാൻ ആവശ്യമായ മുഴുവൻ വിഭവങ്ങളും എത്തിക്കാൻ കഴിയും. സുസ്ഥിരയുടെ വികസന സങ്കല്പം എന്നത് കൊടകര നിയോജക മണ്ഡലത്തിലെ മുഴുവൻ മനുഷ്യരെയും വികസനത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പാർശ്വവൽക്കരണമാണ് പൊതുവികസനത്തിലെ